അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഭൂമിക്ക് എന്തൊരു ചന്തമാണ്. ഭൂമിയിലുള്ള സസ്യലതാദികളൊക്കെ ഭൂമിക്ക് വർണ്ണാഭമായ സൗരഭ്യവും സൗന്ദര്യവും നൽകുന്നു. ചെടികൾ നമുക്ക് ഏത് ടെൻഷൻ വരുമ്പോഴും ഏതൊരു വിഷമം വരുമ്പോഴും നമ്മെ ആശ്വസിപ്പിക്കുന്ന ചെടികൾ. പഴയ കാലത്തൊക്കെ തുമ്പപ്പൂ ഉണ്ടായിരുന്നു. ഇന്ന് തുമ്പപ്പൂ കാണാനില്ല. തുമ്പപ്പൂവിൽ നിന്ന് പൂമ്പാറ്റകൾ തേൻ കുടിക്കാൻ വരുന്ന ആ രംഗങ്ങൾ എന്തൊരു ഭംഗിയായിരുന്നു. പക്ഷേ ഇന്നതൊന്നും കാണുന്നില്ല. എല്ലാം വിസ്മൃതിയിലേക്ക് ആണ്ടുപോയി. എന്തൊരു ഭംഗിയാണ് ചെടികൾക്ക്, എന്തൊരു ഭംഗി. ഭൂമിയിൽ വിരിഞ്ഞു നിൽക്കുന്ന സസ്യങ്ങൾക്ക് എന്തൊരു ഭംഗി. ഓരോ ചെടികൾക്കും അതിൻ്റെതായ സൗന്ദര്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് മനുഷ്യനെ ചിന്തിപ്പിക്കാനും മനുഷ്യനെ പഠിപ്പിക്കാനും തയ്യാറാവണം. ഓരോ ചെടികൾ, ചിലത് വള്ളികളായിട്ടുള്ള ചെടികൾ, ചില റോസാപുഷ്പങ്ങൾ. എന്തൊരു റോസാപുഷ്പങ്ങളെക്കുറിച്ച് ഒരു അറബിയിലൊരു ആപ്തവാക്യമുണ്ട്. റോസാപ്പൂ മുള്ള് തറക്കാതെ പറിക്കാൻ കഴിയില്ല, പ്രയാസങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ ആപ്തവാക്യത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത്. ഇതൊരു വലിയൊരു സൗന്ദര്യമാണ്. ഓരോ ചെടികൾക്കും അതിൻ്റെതായ സൗന്ദര്യങ്ങളുണ്ട്. ഇത് നല്ല റോസാ പുഷ്പം. ഇത് പഴയ കാലങ്ങളിൽ നാം കാണുന്ന റബ്ബർ ചെടി എന്ന് പറയും. റബ്ബർ ചെടി. ഇത് കറുത്ത മുളക്. ഇത് നല്ല റോസാപുഷ്പം. റോസാപുഷ്പം എന്തൊരു ഭംഗിയാണ്. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇങ്ങനെ തുടങ്ങി ഓരോ ചെടികൾക്കും അതിൻ്റെതായ സൗന്ദര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് ആനന്ദിക്കാനും അഭിമാനം കൊള്ളാനും റബ്ബിനെ ഓർത്ത് ദിക്ർ ചൊല്ലാനും നാം തയ്യാറാവുക. അൽഹംദുലില്ലാഹ്. എന്തൊരു ഭംഗിയാണ് പൂക്കൾക്ക്, എന്തൊരു ഭംഗി, എന്തൊരു സൗരഭ്യം.